കണ്ണു തുറന്ന് നോക്കടാ അച്ഛൻ. ഇവൻ ഏതു നേരം ഉറക്കം തന്നെയാണല്ലോ. ആ ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. മക്കളെ കൊണ്ടുവന്നില്ലേ? ഇല്ല, ഇത്തവണത്തെ വിഷു ഞാൻ എൻ്റെ മക്കളുടെ കൂടെയാ. അത് നമ്മുടെ വീട്ടിൽ നമ്മളെ തകർക്കാൻ പോവാ അല്ലേ? വിഷുവായിട്ട് എനിക്കെന്റെ മക്കളെ കണ്ടൊന്ന് കൈനീട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതറിയാടോ, പക്ഷേ അവരെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന തിരിച്ചു കൊണ്ടുപോകുമ്പം അവർക്കത് വലിയ സങ്കടാവും. എന്തിനാ വെറുതെ ആ പാവങ്ങളെ വിഷമിപ്പിക്കുന്നത്? ഇപ്പോ അവരെ അമ്മേന്റെയും മാമന്റെയും കൂടെ ഹാപ്പിയാ. അല്ലെങ്കിൽ പിന്നെ നീ കൂടി ഞങ്ങളുടെ കൂടെ വരണം. അതിന് നീ ഇപ്പൊ തയ്യാറല്ലല്ലോ. ദേ വന്ന നാളെ നമുക്ക് അവിടെ വിഷു അടിച്ചു പൊളിക്കാം. ആ ആകെ പോട്ടെ. ദേ ഞാൻ നിനക്ക് വിഷുവിന്റെ ഗിഫ്റ്റ് കൊണ്ടുവന്നു. ആർച്ചക്കും ഭദ്രക്കും ഉള്ളത് ഞാൻ ഓൾറെഡി വാങ്ങി. അവർക്ക് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നു. സത്യം പറയാലോ, ഇപ്പൊ അവരെന്നെ നെഞ്ചിന്ന് മാറിക്കിടക്കാറേയില്ല. ഇത്രയും നാളും ഞാൻ നഷ്ടപ്പെടുത്തിയത് ഇത്രയും വലിയ കാര്യമാണല്ലോ എന്ന് ഇപ്പോഴാ മനസ്സിലാവുന്നു. ഇപ്പോഴെങ്കിലും ആ ബോധം വന്നല്ലോ, ഭാഗ്യം. തുറന്നു നോക്ക് നോക്ക്. നീ പറഞ്ഞത് ശരിയാ. പെൺമക്കളാ വീടിന്റെ ഐശ്വര്യം. അത് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എൻ്റെ മക്കള് വീട്ടിൽ വന്നതിൽ പിന്നെ മനസ്സിന് എന്തൊരു സമാധാനമാണെന്നറിയും. വിനേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? നീ എന്നെ സംശയിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ആയിരുന്നല്ലോ ഞാൻ പെരുമാറിയിരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അമ്മയും മാമനെയും ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കും. ഞാൻ എൻ്റെ മക്കളെ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞുതരും. ആ ഇല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നത്? കുറച്ചാൾ കഴിയുമ്പോൾ നീയും മോനും അങ്ങോട്ടൊക്കെ വരുമല്ലോ. അപ്പൊ നിനക്ക് നേരിട്ട് അറിയാലോ. ആ അതെ, ഞാൻ നേരിട്ട് മനസ്സിലാക്കാം. ആ അച്ഛന്റെ പൊന്നുമ കണ്ണു തുറന്നോ? ദേ ആരാ വന്നിരിക്കുന്നേ നോക്കിയേ. നാളെ അച്ഛനും ചേച്ചിമാരും കൂടി വിഷു തകർക്കാൻ പോവാ. വാ പറഞ്ഞുതരാം. അപ്പോഴുണ്ടല്ലോ അതിലൊന്നിനും കൂടാതെ നീ ഇങ്ങനെ കിടന്നുറങ്ങി കരഞ്ഞാലൊക്കെ എങ്ങനെയാ? വേഗം അമ്മയും കൂട്ടിട്ട് വാ. അച്ഛനും ചേച്ചിമാരും കാത്തിരിക്കും. അറിയാവോ? മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. പിന്നെ ആകെയുള്ളൊരു കുറവ് നീ അവിടെ ഇല്ലാത്തതാ. ആ കുറവ് നികത്തണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. കരയല്ലടാ കരയല്ലടാ മോനെ, തങ്കുടുവാവല്ലേ. ഞാനേ നിന്നെ ഒന്നിനും കുറ്റം പറയില്ല. എല്ലാം എൻ്റെ കുഴപ്പമാണ്. അല്ലെങ്കിൽ താനിപ്പോ എൻ്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. ഒന്നും കൈവിട്ട് പോയിട്ടില്ല. ഇനിയും സമയമുണ്ടല്ലോ. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുന്നത് തന്നെയാ വലിയ കാര്യം. എനിക്കെല്ലാം മനസ്സിലാവും ചെയ്തു. മോനെ ആ ഇല്ല. ഞാൻ കൊണ്ടുവന്ന സമ്മാനം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ഓ ഭാഗ്യം. ദേ മോനെ, അമ്മയ്ക്ക് സമ്മാനം ഇഷ്ടപ്പെട്ടു. നിനക്കിത് ഇഷ്ടപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ കൊണ്ടുവന്നത്.
കണ്ട അവന്റെ കരച്ചിലൊക്കെ മാറിയത് കണ്ട. ഇതാ പറയുന്നത് അച്ഛൻ എപ്പോഴും അടുത്ത് വേണമെന്ന്. അല്ലടാ? അയ്യോ യോ 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 യോ. നമ്മുടെ ആർച്ചമോളും ഭദ്രമോളും കരഞ്ഞാലും ഞാൻ വേണം അവരുടെ കരച്ചിൽ മാറ്റാൻ. അറിയോ? നിന്നെ കൂടെ പറ്റാറുണ്ടോ? ഇല്ല. അല്ലടാ? കളിക്കാം നമുക്ക്. ഡിഷ്, ഓ ഡിഷ്, ഡിഷ്, ഡിഷ്. അയ്യോ യോ യോ യോ. അയ്യോ യോ യോ. മോളെ അമ്പിളി, അനു, അനു. അച്ഛ രഘുവന്ദ്രനൊന്നും വന്നില്ല അല്ലേ? ഇല്ല അച്ഛ, ഇന്ദ്രേട്ടനെ ഞാൻ നിർബന്ധിച്ചില്ല. സ്വയം തോന്നി വരുവാണെങ്കിൽ വരട്ടെ. ആ, ഇന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെങ്കിലും ഒന്ന് മനസ്സിലാക്കണമല്ലോ. ആ, വിനയം വന്നിട്ട് എവിടെ? കണ്ടില്ലല്ലോ. ചീരുനെയും മോനെയും കാണാൻ റൂമിലേക്ക് പോയിരിക്കുക. അല്ല, അവനിപ്പോ ആർച്ചമോളെയും ഭദ്രമോളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ഇല്ല അച്ഛ, വിനയൻ തനിച്ചാ വന്നേ. ആ അച്ഛൻ വന്നോ? ആ, വിനയൻ നീ എപ്പോ വന്നു? ഞാൻ കുറച്ച് സമയം ആയതേ ഉള്ളൂ. ഞാൻ ലേറ്റായി പോകുമെന്ന് കരുതിയാ വന്നത്. അപ്പൊ നോക്കുമ്പോ ആരും വന്നിട്ടില്ല. ഒരു മിനിറ്റേ. ആ ചിരു, ഞാൻ ആ ടേബിളിൽ കുറച്ച് കവർ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തേക്കണേ. ആ വിനയനിരിക്കെ. മക്കൾക്ക് സുഖല്ലേ വിനയ? പിന്നെ അവര് ഭയങ്കര ഹാപ്പിയാ. ഈ പെൺമക്കൾക്ക് അച്ഛനോടാണ് സ്നേഹം കൂടുതലുള്ളതെന്ന് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അത് സത്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അച്ഛാ, ഇത് അച്ഛന് വേണ്ടി വാങ്ങിയതാ. എന്റെയും ചീരുവിന്റെയും മക്കളുടെയും വക വിഷു സമ്മാനം. എന്തിനാ വിനയ വെറുതെ ഇതൊക്കെ വാങ്ങിയത്? എന്റെ അച്ഛന്റെ സ്ഥാനത്തല്ലേ ഞാൻ അച്ഛനെയും കാണുന്നത്. അച്ഛ, വിഷുക്കൈ നീട്ടാ. അച്ഛൻ അനുഗ്രഹിക്കണം.